അരുൺ നിക്ക്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. തട്ടുദോശയെങ്കിൽ തട്ടുദോശ എടുക്കടോ. കട പൊളിക്കുന്നല്ലേ പറഞ്ഞേ, അത് കഴിയട്ടെ. ബാലൻസ് വേണ്ട, ഇതെടുത്തോ. തട്ടുദോശ എടുക്ക. ഐശ്വര്യം എന്താ ഇത്? ഓ, എന്തൊരു സ്ത്രീ ഇത്. ദോശ കൊടുക്ക്, താൻ കച്ചവടത്തിനിരിക്കല്ലേ. ഐശ്വര്യം, നീ എന്താന്ന് വെച്ചാൽ വാങ്ങി കഴിക്കുക. അരുൺ അരുണേണ്ണാകെ നാണം കെട്ട് പോയിരിക്കുക. നമ്മളിത് കണ്ടതായിട്ട് ഏട്ടൻ അറിയണ്ട. അതാ നല്ലത്. പാവം, നമ്മൾ കണ്ടെന്നറിഞ്ഞാൽ കൂടുതൽ വിഷമാവും. അല്ല, അരുൺ ഇവിടെ പേടിച്ചു വന്ന് നിൽക്കാണോ? അരുൺ ആ കടക്കാരനെ രണ്ട് പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പൊട്ടിക്കേണ്ടത് ആ കടക്കാരനിട്ടല്ല, ഒന്ന് വീട്ടിലെത്തിക്കോട്ടെ. മനസ്സിലായി, എന്നെ തല്ലൂന്ന്. നിന്നെയൊക്കെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടേ. എന്താ കൊല്ലു എന്നാ എന്നെ കൊല്ലു. ഇപ്പൊ എന്നെ കൊന്നാലേ ചാവുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, അരുണിന്റെ കുഞ്ഞുകൂടിയാ. അത് മറക്കണ്ട. അതൊക്കെ പോട്ടെ, ദോശ കഴിക്കും. എനിക്കെന്തിനാ ദോശ? മസാല ദോശ കഴിക്കാനുള്ള മോഹം ഞാൻ തൽക്കാലം മാറ്റിവെച്ചു. ഈ സാദാ ദോശ മതി. ഇത് അരുൺ എനിക്ക് എടുത്തു തരണം. വേണമെങ്കിലേ തനിയെ അങ്ങോട്ട് കഴിച്ചാൽ മതി. അത് പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ എനിക്ക് എടുത്തു തരണം. അതെന്റെ ആഗ്രഹം. ഐശ്വര്യ, നീ വേണമെങ്കിൽ കഴിച്ചിട്ട് വേഗം കാറി കയറി, എനിക്ക് പോണം. പോകാം, ആദ്യം എനിക്കിത് എടുത്തു തന്നെ. അരുൺ, പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനത്തെ മോഹങ്ങളൊക്കെ തോന്നും. ഭർത്താവ് അത് സാധിച്ചു തരേണ്ടത്. അരുൺ, ദോശ എടുത്ത്. ഇനി ദോശ തന്നെ തന്നെ അരുൺ. ഇനിയെന്താ? തീർന്നില്ല അരുൺ. ഞാനല്ലല്ലോ ഇപ്പൊ മനസ്സില്, അശ്വതി മോളും അല്ലേ. ഇനി ഒരുപാട് അനുഭവിക്കും. എന്റെ പ്രതികാരം ഇനി ഇങ്ങനെയാ.